Hello, my dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഇന്നത്തെ ക്ലാസ്സിന്റെ മോസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ചൂസ് ചെയ്തിരിക്കുന്നത് +1 ഫിസിക്സിലെ NCERT ടെക്സ്റ്റ് ബുക്ക്, പഴയ എഡിഷനിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 6 1.4 മുതൽ 1.4.5 വരെയുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ പേജ് നമ്പർ 6 ഒന്നും വായിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ just go to page number 10, table number 1.3. ആ 1.3 എന്ന ടേബിളിൽ ഇന്ന് എടുക്കുന്ന ഈ ക്ലാസ്സിന്റെ മുഴുവൻ കണ്ടന്റും നിങ്ങൾക്ക് ഒരൊറ്റ ലുക്കിൽ മനസ്സിലാവാൻ കഴിയും. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ ഡിസ്കസ് ചെയ്യാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, +1 ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് ടേബിൾ നമ്പർ 1.3 പേജ് നമ്പർ 10. ബാക്കിയുള്ള ടോപ്പിക്സിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രോബബിലിറ്റി ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് കിട്ടാനാണ്. അപ്പൊ പൊതുവെ ഈ ചാപ്റ്റർ കുറെ കുട്ടികൾ പഠിക്കാറില്ല. ചില സ്കൂൾസ് സെമിനാർ ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് എടുക്കാത്തതിന് കാരണം വേറൊന്നുമല്ല, ആ കണ്ടന്റ് ഈ ഫസ്റ്റ് ചാപ്റ്റർ നോർമലി ഫുൾ ലെങ്ത്തിൽ അതിന്റെ ആ ഡെപ്തിൽ എടുക്കണമെങ്കിൽ ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു കംപ്ലീറ്റ് ദ ഫസ്റ്റ് ചാപ്റ്റർ. കാരണം അത്രയും കണ്ടന്റ് ആണ് ആ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തിനാണ് ഫിസിക്കൽ വേൾഡ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ +1 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാ നമുക്ക്? എനിക്ക് ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഫുട്ബോൾ ആയിരിക്കും, എനിത്തിങ് എൽസ് അതർ. അപ്പോൾ എനിക്ക് ഫുട്ബോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ആ ഗെയിം റൂൾസ് അറിയുന്നത് കൊണ്ടും ആ ഗെയിമിലെ പ്ലേയേഴ്സിനെ അറിയുന്നത് കൊണ്ടും എനിക്ക് ഫുട്ബോൾ മാച്ച് എൻജോയ് ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് ഫുട്ബോൾ മാച്ചിന്റെ ഗെയിം റൂൾസ് ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരു 5 മിനിറ്റ് ആ ഗെയിം കാണാനുള്ള മനസ്സുണ്ടാവില്ല. കാരണം ആ കളി എൻജോയ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു കളി അറിയണമെങ്കിൽ അല്ലെങ്കിൽ ആ കളി എൻജോയ് ചെയ്യണമെങ്കിൽ മിനിമം അതിലെ ഗെയിം റൂൾസ് എങ്കിലും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അതിലെ പ്ലേയേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ എങ്കിലും ആ ഗെയിം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പൊ അതേപോലെ ഫിസിക്സ് എന്ന സബ്ജക്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ അത് ആദ്യം മനസ്സിലാവണം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിയണം. പ്ലേയേഴ്സിനെ അറിയുന്ന പോലെ ചില സയന്റിസ്റ്റിനെ അറിയണം, ചില സയന്റിസ്റ്റ് കോൺട്രിബ്യൂഷൻസ് അറിയണം, അതിന്റെ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ അറിയണം. അപ്പൊ ആ ഒരു ഇന്റൻഷനോടെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്ന ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അതിൽ ഒരുപാട് ഫാസിനേറ്റിംഗ് ആയ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് എന്നിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കോമ്പറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്. അതുകൊണ്ടാണ് ഇന്ന് ഇസാക് ഫിസിക്സ് ക്ലാസ് റൂം ഈ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എന്ന ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ പുഷ് ഓർ എ പുൾ, അതാണ് ഫോഴ്സ്. നമ്മൾ ഹൈസ്കൂളിൽ കുറെ ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. കൊറിയോലിസിസ് ഫോഴ്സ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഫ്രിക്ഷൻ ഫോഴ്സ്, ഒരുപാട് ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചു. അതിലൊന്നും അല്ല നമ്മൾ ഇന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഫണ്ടമെന്റൽ ഫോഴ്സ് ഓഫ് നേച്ചർ പഠിക്കാൻ ഒരു ഹാർഡ് 2 മിനിറ്റ് മതി. ആ ടേബിൾ നമ്പർ 1.3 ഒന്ന് നോക്കുകയാണെങ്കിൽ 2 മിനിറ്റ് സമയത്ത് ആ ടേബിൾ നമ്പർ 1.3 നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ. ബട്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന രീതിയിൽ കൂടി ഞാൻ ഈ ഫണ്ടമെന്റൽ ഫോഴ്സ് നേച്ചറോട് പറഞ്ഞുതരാം. അതായത് മാത്സ് പഠിക്കേണ്ടത് ചെയ്തിനെ പഠിക്കണം. ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുമ്പോൾ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യണം. കാരണം നമ്മുടെ എക്സാംസ് മോസ്റ്റ്ലി നമ്മുടെ മെമ്മറി കൂടി അളക്കുന്നൊരു എക്സാം ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ബൈഹാർട്ട് ചെയ്യുന്നൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം അത് മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. അപ്പോൾ ഒരുപാട് സമയം മനസ്സിൽ നിൽക്കണമെങ്കിൽ വേറൊരു ടെക്നിക്ക് കൂടി ഉപയോഗിച്ചാൽ മതി. അതായത് ഒരു കൺസെപ്റ്റോ തിയറിയോ പഠിക്കുമ്പോൾ ഡിഫറെന്റ് ആംഗിളിൽ വിഷ്വലൈസേഷൻ നടത്തുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റുകളും ഫാസിനേറ്റിംഗ് ആയ ഐഡിയാസും അതിനോടൊപ്പം ചേർത്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ പഠിക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ കുറെ എക്സ്ട്രാ ഇൻട്രസ്റ്റിംഗ് ആയ കുറെ കാര്യങ്ങൾ അതിനോടൊപ്പം വെച്ച് ചേർത്തിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത് മറക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ പഠിക്കുമ്പോൾ അതിന്റെ കൺസെപ്റ്റുകളെ ഡിഫറെന്റ് ആംഗിളിൽ കൂടി വിഷ്വലൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഗ്രാവിറ്റേഷൻ ഫോഴ്സിലേക്ക് പോവാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈൻ ആൻഡ് എ ബ്യൂട്ടിഫുൾ ഫോഴ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അറിയാം, അട്രാക്ഷൻ ഉണ്ട്, റിപ്പൽഷൻ ഉണ്ട്. പക്ഷെ ഈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് ലോങ് റേഞ്ച് ആണ്, ഇൻഫൈനൈറ്റ് റേഞ്ച്. അതുകൊണ്ട് ഈ യൂണിവേഴ്സിനെ ബൈൻഡ് ചെയ്യാൻ ഈ ഗ്രാവിറ്റി എന്ന ഫോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം. ഇനി
ഈ ഗ്രാവിറ്റേഷൻ്റെ ഫോഴ്സ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട്. ചിലർക്ക് ധാരണ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഭൂമി എല്ലാ ഒബ്ജക്റ്റിനെയും അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ് ഗ്രാവിറ്റി. ശരിക്കും ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് മാസുകൾ പരസ്പരം അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഗ്രാവിറ്റി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ വൈറ്റ് ബോർഡും ഞാൻ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അത് ഗ്രാവിറ്റിയാണ്. ഞാനും ഭൂമി എന്നുള്ള ഫോഴ്സ് ഉണ്ട്, അതും ഗ്രാവിറ്റിയാണ്. അപ്പോൾ മാസുകൾ പരസ്പരം അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സിനാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഭൂമിക്ക് മാസ് ഉള്ളതുകൊണ്ട് ഭൂമി എല്ലാ അടുത്തുള്ള മാസുകളിലേക്ക് അത് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഗ്രാവിറ്റി, അപ്പൊ അല്ല ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് ഭൂമിക്ക് മാത്രം സ്വന്തമുള്ള ഒരു ഫോഴ്സ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇക്വേഷൻസ് അറിയാം. F is proportional to m1 m2 by r². അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു കാര്യം, സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് നിങ്ങൾക്ക് അറിയുന്ന ഒരു സയന്റിസ്റ്റിന്റെ പേര് പറയാൻ വേണ്ടി പറയുമ്പോൾ ആദ്യം പറയുന്ന 90% സ്റ്റുഡൻസ് ആദ്യം പറയുന്ന പേര് സർ ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതില് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ വേറൊരു ആംഗിൾ വിഷ്വലൈസേഷൻ നടത്താൻ ചെയ്യാൻ പോകും. നമ്മൾ ഇതുവരെ പഠിക്കാത്തയും നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത രീതി നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും. അത് ശരിയോ തെറ്റോന്നല്ല, അങ്ങനെ ഇംപ്ലിമെന്റേഷൻ കൂടി നമ്മൾ ചെയ്യാൻ പോകും. ന്യൂട്ടൺ ഇത്രയും ഫേമസ് ആവാൻ കാരണം, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന സംഭവമുണ്ട്, ഒരു ഫ്രൂട്ട്, ദാറ്റ് ഈസ് ആപ്പിൾ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ന്യൂട്ടൺ ആപ്പിൾ അല്ലെങ്കിൽ ന്യൂട്ടൺ ആപ്പിൾ സ്റ്റോറി ശരിയാണോ? ആ സംഭവം നടന്നിട്ടുണ്ടോ? നമുക്ക് തിരിച്ച് ആലോചിച്ച് നോക്കിയാലോ? നടന്നിട്ടില്ല എന്ന കേസിൽ പിന്നെ എങ്ങനെയാണ് ഈ ന്യൂട്ടൺ ആപ്പിളുമായിട്ട് ക്ലബ് ചെയ്തത്? ആപ്പിൾ എന്ന ഒരു ഫ്രൂട്ടിനെ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൽ ആഡംസ് ആപ്പിൾ മുതൽ സ്റ്റീവ് ജോബ്സിന്റെ ഐഫോൺ വരെയുള്ള ആപ്പിളിൽ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ഉണ്ട്. എന്താണ് അത്? അതായത് ആപ്പിൾ എന്ന് പറയുന്ന ഫ്രൂട്ട് യൂണിവേഴ്സൽ ഫ്രൂട്ടാണ്. അപ്പോൾ യൂണിവേഴ്സൽ ഫ്രൂട്ടിനോടൊപ്പം ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഫ്രൂട്ട് എത്രമാത്രം ഫേമസ് ആണോ അത്രമാത്രം റീച്ച് ഈ ന്യൂട്ടണിന് കിട്ടുകയല്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടി ഇതിലില്ലേ? ഉണ്ടാവാം. കാരണം നിങ്ങൾ എത്രയോ സയൻസിന്റെ പേര് കേട്ടിട്ടുണ്ട്, എത്രയോ പേര് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ആദ്യം നിങ്ങളുടെ മനസ്സിൽ ന്യൂട്ടൺ വരാൻ കാരണം ആപ്പിൾ തന്നെയാണ്. കാരണം ആപ്പിൾ ആണ് ന്യൂട്ടൺ ഇത്രയും ഫേമസ് ആക്കി ആണോ? അല്ല. അതിന് വേറൊരു ഒരു വിഷ്വലൈസേഷൻ നമുക്ക് നടത്താം. എങ്ങനെയാണ്? 4x100 മീറ്റർ റിലേ. അതായത് ഫസ്റ്റ് 100 മീറ്റർ ഒരാളോടും 2, 3, 4ാമത്തെ ആളാണ് ലാസ്റ്റ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4x100 മീറ്റർ റിലേയില് ഏറ്റവും ഫേമസ് ആവുന്ന വ്യക്തി ലാസ്റ്റ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് ടൈക്കോ ബ്രാഹെ, ഗലീലിയോ ഗലീലി, കെപ്ലർ. ഇവർക്കൊക്കെ മനസ്സിലാവാത്തൊരു സംഭവം, അതായത് ഫസ്റ്റ് ഹീലിയോസെൻട്രിക് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ജിയോസെൻട്രിക് കൺസെപ്റ്റ് വന്നു, അതിനുശേഷം പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും കറങ്ങുന്നൊക്കെ പഠിച്ചു. പക്ഷെ അവർക്കൊന്നും കിട്ടാത്തൊരു ഐഡിയ ആയിരുന്നു എങ്ങനെയാണ് ഇത് കറങ്ങുന്നത്, ആ ഫോഴ്സ് എന്താണ് അല്ലെങ്കിൽ എനർജി എന്താണെന്നതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്. അത് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്ത ന്യൂട്ടനാണ്. അപ്പോൾ ഒന്നാമത്തെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത സയന്റിസ്റ്റിനെക്കാളും ഫേമസ് ആവുന്ന ഒരു സയന്റിസ്റ്റ്, ലാസ്റ്റ് ഫൈനൽ ഫിനിഷർ, നമ്മുടെ MS ധോണി പോലെ ആ ഫിനിഷിംഗ് ചെയ്ത സയന്റിസ്റ്റ് ആണ് സർ ഐസക് ന്യൂട്ടൺ. അപ്പൊ അതുകൊണ്ടാണ് സർ ഇത്രയും ഫേമസ് ആയതുകൊണ്ട് നമുക്കൊരു വിഷ്വലൈസേഷൻ നടത്താം. അപ്പൊ ഇതൊക്കെ പറയാനുള്ള കാരണം, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന സംഭവം പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരിക്കലും മറന്നുപോകില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ന്യൂട്ടൺ ആപ്പിൾ സ്റ്റോറിയിൽ നമുക്കൊരു ഡിഫറെന്റ് ആംഗിൾ വിഷ്വലൈസേഷൻ നടത്താം. അതുപോലെ തന്നെ ഇറ്റ്സ് എ വെരി ലവബിൾ ഫോഴ്സ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് പഠിക്കണം, ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. അതായത് ഫോഴ്സ് മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, 2 മാസുകൾ നമ്മൾ വാക്വത്തിൽ വെച്ചു, ആ മാസിനെയോ ഡിസ്റ്റൻസിനെയോ മാറ്റാതെ അതിന് വെള്ളത്തിൽ ഇറക്കി വെച്ചാലും ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് മാറ്റം ഉണ്ടാവില്ല. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യില്ല അറിയോ? മീഡിയം ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ അതിനെങ്ങനെ നമുക്ക് ആലോചിക്കാം? അതായത് 2 വ്യക്തികളുള്ള തമ്മിൽ ഫോഴ്സ് സിറ്റുവേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ 2 പേരിലെ ഫോഴ്സ് സ്നേഹം മാറുകയാണെങ്കിൽ അത് നല്ല സ്നേഹം എന്നാ പറയാം? അല്ല, സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറാൻ പാടില്ല എല്ലാ സിറ്റുവേഷനിലും. കാരണം നമുക്ക് നമ്മുടെ നല്ല കാലത്തും നമ്മുടെ ചീത്ത കാലത്തൊക്കെ നമുക്ക് നല്ലൊരു ഫ്രണ്ട് എപ്പോഴും നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അതാണ് ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അങ്ങനെ ഒരു ഫോഴ്സ് ആണ്. ദേ ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യില്ല, അതിന്റെ ഫോഴ്സ് മാറില്ല. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അങ്ങനെയല്ല, ഇറ്റ്സ് മീഡിയം ഡിപെൻഡന്റ്. എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വെള്ളത്തിലാണെങ്കിൽ ആ ഫോഴ്സ് വേറെ ആയിരിക്കും, ഗ്ലാസ്സിലാണെങ്കിൽ വേറെ ആയിരിക്കും, ഇനി മെറ്റലിലാണെങ്കിൽ വേറെ ആയിരിക്കും, വാക്വത്തിലാണെങ്കിൽ വേറെ ആയിരിക്കും. പക്ഷെ ഗ്രാവിറ്റി അങ്ങനെയല്ല. എവിടെയാണോ വെച്ചത് അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസ് എത്രയാണ്, ഡിസ്റ്റൻസ് എത്രയാണ്, ഫാക്ടർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ പറയാം. അത് വളരെ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, അട്രാക്റ്റീവ് നേച്ചർ ആണ്, ആൻഡ് സെൻട്രൽ ഫോഴ്സ് കൂടിയാണ്. അപ്പൊ ഗ്രാവിറ്റിയെ കുറിച്ച് ബ്രീഫ് എക്സ്പ്ലനേഷൻ കിട്ടി. അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്.
അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയണം നമുക്ക് ഇലക്ട്രിക് ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞുകൂടെ. എന്തുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയാൻ കാരണം പറഞ്ഞുതരാം. അതായത് ഒറസ്റ്റഡ് എന്ന സയന്റിസ്റ്റ് ഡിസ്കവറി കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിനർത്ഥം കറന്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മൈക്കൽ ഫാരഡേ ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ഒരു ഇൻവെൻഷൻ എത്തിയതാണ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആൻ EMF. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെയാണ്. ചേഞ്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ചേഞ്ച് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ക്ലബ് ചെയ്ത് ഇൻസെപ്പറബിൾ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ക്ലബ് ചെയ്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന പേരോ ഇതിനോടൊപ്പം ചേർക്കാൻ കാരണം. ഇനി നമ്മൾ ഇതിന്റെ യൂണിഫിക്കേഷൻ ഓഫ് തിയറി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയും. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ലോങ് റേഞ്ച് ആണ്, പക്ഷെ ഗ്രാവിറ്റിയേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ്. സ്ട്രെങ്ത് കൂടുതലുണ്ട് കാര്യമില്ല, എന്താണ് അട്രാക്റ്റീവ് ഉണ്ട്, റിപ്പൾസീവ് ഉണ്ട്. ആളും തരം അനുസരിച്ച് അത് അട്രാക്ട് ചെയ്യുക, റിപ്പൾസ് ചെയ്യുക. സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജ് ആണ് അട്രാക്ട് ചെയ്യും. അതേപോലെ മീഡിയം ഡിപ്പെൻഡന്റ് ആണ്, എവിടെയാണോ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ സ്ഥലകാലങ്ങൾ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഗ്രാവിറ്റി അങ്ങനെയല്ല, അത് മീഡിയം ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബീറ്റ ഡീകേ. ചില എലമെന്ററി പാർട്ടിക്കിൾ ഡീകേയിൽ വരുന്നതാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ഈ വീക്ക് എന്ന വാക്ക് ചേർക്കാൻ കാരണം അത് വീക്കസ്റ്റ് ഫോഴ്സ് ആയതുകൊണ്ടല്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ആയതുകൊണ്ടാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയാൻ കാരണം. പക്ഷെ മനസ്സിലാക്കണം, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് നോട്ട് ദ വീക്കസ്റ്റ് ഫോഴ്സ്. ഗ്രാവിറ്റിയാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വീക്ക് എന്ന വാക്ക് ചേർക്കാൻ കാരണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാളും വീക്കാണ്. And this range is 10⁻16 meter. അതായത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് 10⁻16 മീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പൊ എത്രമാത്രം സ്ട്രോങ് അറിയാം. ശരിക്കും നോർമലി നിങ്ങൾ കെമിസ്ട്രിയിൽ ബൈൻഡിങ് എനർജി ഓഫ് ആറ്റംസും പിന്നെ ന്യൂക്ലിയസ് പഠിക്കുമ്പോൾ ആ ബൈൻഡിങ് എനർജി കർവില് അയണിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹൈ എനർജി കൂടുതലാണ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂക്ലിയസ് അയൺ. നോർമലി അതിങ്ങനെ പറയാറുണ്ട്, ഒരു ആറ്റം ഓഫ് അയൺ ഉണ്ടാക്കണമെങ്കിൽ വി റിക്വയർഡ് മോർ ദാൻ ഓഫ് വൺ സോളാർ സിസ്റ്റം. കാരണം അത്രയും എനർജിയാണ് ഈ അയൺ എന്ന ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അയൺ എന്ന ഈ മെറ്റൽ ഭൂമിയിൽ ഉണ്ടായതല്ല, സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാവാൻ കഴിയില്ല അയൺ. നോർമലി അത് വലിയ വലിയ ബിഗ് സ്റ്റാർസിൽ ഉണ്ടായിട്ട് സൂപ്പർനോവായി പൊട്ടിത്തെറിച്ച് അയേൺസ് ഇങ്ങനെ സ്പേസിൽ പറന്ന് നടന്ന് വർഷങ്ങൾ എടുത്തിട്ട് അത് പിന്നെ ഭൂമിയിൽ വന്ന് പതിക്കുകയും ചെയ്ത് മെറ്റൽസ് നമ്മൾ കുഴിച്ചെടുക്കുക ചെയ്യുക. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഉണ്ടാക്കാൻ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അത്രയും എനർജിയാണ് ഈ അയൺ എന്ന ന്യൂക്ലിയസിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്. നമ്മൾ യുറാനിയം പ്ലൂട്ടോണിയൊക്കെ പൊട്ടിച്ചിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന അയണിന്റെ എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളാർ സിസ്റ്റം നശിപ്പിക്കാനുള്ള എനർജി എന്ന് കിട്ടും. അത്രയും സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഹോളി ഖുറാനിലൊക്കെ അത് വ്യക്തമായിട്ട് പറയും. ഹൽക്ക എന്ന സൂറത്തിലൊക്കെ നോർമലി പറയുന്നത്. കാരണം ഇറ്റ് റിവീൽ ഫ്രം ഹെവൻ. ആൻഡ് അതിൽ ആ ഉള്ളിൽ അത്രയും മാൻ കൈൻഡിന് ആവശ്യമായ എനർജി ഞാൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഫിസിക്കൽ സെൻസ് വിട്ട് ഒരു റിലീജിയസ് സെൻസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ കുറെ കൺസെപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നതിന് മനസ്സിലാവാറുണ്ട്. അപ്പോൾ അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് 10⁻15 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ട് യൂണിവേഴ്സിറ്റി ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? the size of the universe become 10⁻15. അത് ചെറുതാവുമായിരുന്നു. അപ്പോൾ ഈ ക്രിയേഷനിൽ തന്നെ അതിന്റെ ബ്യൂട്ടി ഉണ്ട്. കാരണം ഗ്രാവിറ്റി കൊണ്ട് യൂണിവേഴ്സിനെ ബൈൻഡ് ചെയ്തു, ന്യൂക്ലിയസിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉപയോഗിച്ചു. കാരണം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന റേഞ്ച് ചെറുതാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് ഫോഴ്സ് ആണ്, പക്ഷെ അതിന്റെ സ്ട്രെങ്ത് കുറവാണ്. പക്ഷെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് സ്ട്രെങ്ത് കൂടുതലാണ്, പക്ഷെ റേഞ്ച് എന്താണ് കുറവ്. ഇതാണ് ഒരു കമ്പാരിസൺ. ഇനി നമുക്ക് ആ ടേബിൾ നമ്പർ 1.3ലേക്ക് പോകാം. കുറെ കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കണം, ഈ ടേബിൾ നമുക്ക് സഫീഷ്യന്റ് ആണ്. ഈ ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ ടേബിൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ എൻറ്റിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ടേബിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നെയിം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ദെൻ weak nuclear force, then electromagnetic force, then strong nuclear force. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സ്ട്രെങ്ത്. ശ്രദ്ധിക്കണം, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്ട്രെങ്ത് കൂടിയത് അവസാനം എഴുതണം. കാരണം എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അറേഞ്ച് ദീസ് ഫോഴ്സ് ഇൻ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സ്ട്രെങ്ത്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സ്ട്രെങ്ത് എന്ന് പറയും. ശ്രദ്ധിക്കണം, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവസാനം ഏറ്റവും സ്ട്രെങ്ത് കൂടുതൽ, ഡിക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവസാനം ഏറ്റവും സ്ട്രെങ്ത് കുറവ്. അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ അവസാനം വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഡിക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ അവസാനം വരുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ വീക്കായ ഫോഴ്സിന് ആദ്യം കൊടുത്തു, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ. പിന്നെ അതിൽ കൂടി അവസാനം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എത്തുമ്പോൾ
യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഫോഴ്സ് ആയിട്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പൊ അതിൽ അടുത്ത കോളം നോക്കി മനസ്സിലാവും. റിലേറ്റീവ് സ്ട്രെങ്ത്. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ 1 ആക്കി വെച്ചിരിക്കുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 1 ആക്കി വെച്ചാൽ അതിനെ 1 ആക്കി വെച്ചു. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 10⁻². 10⁻²ന്റെ അർത്ഥം 1/100 എന്നാണ്. 1/100 എന്ന് പറയുമ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ 100ൽ ഒരു അംശമേ ഉള്ളൂ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എത്രയാണോ അതിന് 100ൽ ഒരു അംശം, 0.01. ഇനി അതിന്റെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 10⁻13. അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ 10⁻13. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്ര വീക്കസ്റ്റ് ആണെന്നല്ല ആലോചിക്കേണ്ടത്, തിരിച്ചാണ് ആലോചിക്കേണ്ടത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അത്രയും സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് ആണ്. കാരണം ഗ്രാവിറ്റി നമുക്കറിയാം, യൂണിവേഴ്സിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമുക്കറിയാം, എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഫോഴ്സ് ആണ്. 10⁻13 ആണ് റിലേറ്റീവ് സ്ട്രെങ്ത് കൂടി സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് 10⁻13 ഇത്രയും ചെറുതാവാൻ കാരണം? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് ചെറുതാവുന്നത്. അപ്പൊ 10⁻39 എന്ന് പറയുമ്പോൾ അറിയാം 1/1 zeros. അപ്പോ അത്രയും സ്ട്രെങ്ത് കുറഞ്ഞ ഒരു ഫോഴ്സ് ആണ് എന്ത്? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആസ് കമ്പയർഡ് ടു ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 10⁻², വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻13 ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 10⁻39. ശ്രദ്ധിക്കണം, മൈനസ് വിട്ടുപോകരുത്. മൈനസ് വിട്ടുപോയി മീനിങ്ങേ മാറിപ്പോകും. കാരണം +39 ഏറ്റവും വലുതെന്നായി. അപ്പൊ ഓർക്കണം, 10⁻39, 10⁻13, 10⁻2 and 1. ഇനി റേഞ്ച് ആണ് നോക്കാനുള്ളത്. റേഞ്ച്, രണ്ട് ഫോഴ്സിനും റേഞ്ച് ഇൻഫിനിറ്റി ആണ്. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനും റേഞ്ച് ഇൻഫിനിറ്റി ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് weak nuclear force എന്ന് പറയുന്നത് സബ് ന്യൂക്ലിയർ സൈസ്, ദാറ്റ് ഈസ് 10⁻16 മീറ്റർ. അതായത് സൈസ് ഓഫ് ദ ആറ്റം 10⁻10 ആണ്. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് 10⁻15. അപ്പോൾ 10⁻16 എന്ന് പറയുമ്പോൾ ഏറ്റവും റേഞ്ച് കുറവ്, ഏറ്റവും റേഞ്ച് കുറഞ്ഞ ഫോഴ്സ് ആണ് weak nuclear force. It is 10⁻16 meter. And strong nuclear force range it is 10⁻15 meter. അതായത് സൈസ് ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് സൈസിലാണ്, സൈസിൽ മാത്രമേ എന്ത് ചെയ്യുക, അതിനുള്ളിൽ മാത്രമേ ഈ ഫോഴ്സിന് ഉണ്ടാവുള്ളൂ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. അത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ അത് ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് കോർ ആണ്. എന്താ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് കോർ? 10⁻15 കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല. 10⁻15 അതിന്റെ അട്രാക്റ്റീവ് വരും. പിന്നെ അടുത്ത അട്രാക്റ്റീവ്, കുറച്ചുകൂടെ അടുത്ത് റിപ്പൽ ചെയ്യും. അതാ ഒരു റിപ്പൾസീവ് കോർ വിത്ത് അട്രാക്റ്റീവ് ഫോഴ്സ്. അതിനർത്ഥം ഓരോ വ്യക്തിക്ക് ഒരു റിലേഷൻ, എല്ലാ റിലേഷനും ഒരു മാർജിൻ ഉണ്ട്. ആ മാർജിൻ അപ്പുറം ആരെയും കടത്തിവിടാൻ പാടില്ല. അതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നമുക്ക് തരുന്ന ഐഡിയ. എല്ലാ റിലേഷനും ഒരു മാർജിൻ വെക്കുക, അതിനപ്പുറം ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കടത്താൻ പാടില്ല. കാരണം അത് നമ്മുടെ ഒരു പ്രൈവറ്റ് ആണ്, സ്പേസ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് കോർ വിത്ത് അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യുക. അതാണ് അതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ 10⁻15 ഉണ്ടാവില്ല. ഇതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ആൾ ഒബ്ജക്ട് ഇൻ ദി യൂണിവേഴ്സ്. മാസിൽ ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആറ്റം ആയിക്കോട്ടെ, പ്രോട്ടോൺ ആയിക്കോട്ടെ, അതിലൊക്കെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. പക്ഷെ ന്യൂക്ലിയസിനുള്ളിൽ എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ചാർജ് ഉള്ളതുകൊണ്ട്. ബട്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രെങ്ത് കൂടിയതുകൊണ്ട് അത് ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ മറ്റുള്ള ഫോഴ്സ് എന്ത് ചെയ്യില്ല, അത് മുന്നോട്ട് പോകില്ല. കാരണം ഒരു നല്ല ഉച്ചയ്ക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി വെട്ടം അവിടെ എക്സ്പീരിയൻസ് ആവില്ലല്ലോ. അതേപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ഉള്ള ഫോഴ്സ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് ഗ്രാവിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി ഫോഴ്സ് എക്സ്പീരിയൻസ് ആവില്ല. ഇനി ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, some elementary particles, particularly electrons and neutrino. Electrons and neutrino എന്ന് പറയുന്നത് ആ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ബീറ്റാ ഡീകെ ആണ്. അതായത് ബീറ്റാ ഡീകെ സമയത്ത്, അല്ലെങ്കിൽ നെഗറ്റീവ് ബീറ്റാ ഡീകെ, പോസിറ്റീവ് ബീറ്റാ ഡീകെ വരുമ്പോൾ ഓർത്തിരിക്കണം, മാഗ്ന ഫോളോയിങ് വരുമ്പോൾ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതായത് ബീറ്റാ ഡീകെ സമയത്ത് ആന്റി ന്യൂട്രിനോ പാർട്ടിക്കിൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അതാണ് ആ പാർട്ടിക്കിൾ ഡീകെയിൽ അത് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, ന്യൂട്രിനോ, ആന്റി ന്യൂട്രിനോ, നെഗറ്റീവ് ബീറ്റാ ഡീകെ, പോസിറ്റീവ് ബീറ്റാ ഡീകെ എന്നൊക്കെ വരുമ്പോൾ അത് ഏതുമായിട്ടാണ് ക്ലബ് ചെയ്യുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ ക്ലബ് ചെയ്യുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് റെസ്പോൺസിബിൾ ആണ് ഈ ഡീകെ എന്ന് പറയുന്നത്. അത് ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ അല്ലാതെ ആകുമ്പോൾ, ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഈക്വൽ അല്ലാതെ വരുമ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി ആൽഫ ബീറ്റ ഗാമ എമിറ്റ് ചെയ്യും. പല ബീറ്റ ഡീകെ ആണ് കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ബീറ്റ ഡീകെ എന്ന് റെസ്പോൺസിബിൾ ഫോർ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. Then electromagnetic force are charged particle experience the force and electromagnetic force. Then strong nuclear force. Strong nuclear force എന്ന് വെച്ചാൽ ന്യൂക്ലിയോൺസ് തമ്മിൽ, അതായത് പ്രോട്ടോൺ ന്യൂട്രോൺ തമ്മിൽ ഫോഴ്സ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം,
ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് രണ്ട് പ്രോട്ടോൺ തമ്മിലെ ഫോഴ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ തമ്മിലെ ഫോഴ്സ്, ന്യൂട്രോൺ തമ്മിലെ ഫോഴ്സ്. അതായത് ചാർജ് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ് ചാർജ് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാസ്റ്റ് ആൻഡ് വൈഡ് ആയ സ്കെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്: weakest ഫോഴ്സ് ഗ്രാവിറ്റേഷൻ, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും റേഞ്ച് കൂടിയ ഫോഴ്സ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റി ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഏറ്റവും റേഞ്ച് കുറവ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, 10⁻⁻16 ആണ് ഏറ്റവും റേഞ്ച് കുറവ്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, റേഞ്ച് കുറച്ച് കൂടുതൽ. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷൻ എന്താണ്, റേഞ്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആണ് എക്സാമിന് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത്, അതുപോലെ തന്നെയാണ് ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡർ, റേഞ്ച്, ഓപ്പറേറ്റിംഗ് എമം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഇനി എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് പറയാനുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.